ശമ്പള വർധന ആവശ്യപ്പെട്ട് തൃശൂരിൽ സമരം ശക്തമാക്കി UNA. ഇന്നലെ മുതൽ അമല ആശുപത്രിക്ക് മുൻപിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അമല ആശുപത്രിക്ക് മുൻപിലുള്ള സമരം അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് UNA തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. MS ലിഷോയുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, വീണ്ടും സമരം പുനരാരംഭിച്ചത് എന്തുകൊണ്ടാണ്? അതായത് ഇന്നലെ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നുവെന്ന് UNA അറിയിച്ചതായിരുന്നു. പക്ഷേ അമല ആശുപത്രി അധികൃതരുമായി നേരത്തെ നടത്തിയ ചർച്ചയിൽ അത് ധാരണയായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് അമല ആശുപത്രിയിൽ നിന്ന് പിന്നീട് അവരുടെ വാർത്താ സമ്മേളനമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ നേരത്തെ പ്രഖ്യാപിച്ച ശമ്പളം മാത്രമാണ് നൽകുന്നതെന്ന നിലപാടെടുത്തതോടുകൂടിയാണ് വീണ്ടും സമരം ശക്തമാക്കിയത്. രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതലാണ് രാപ്പകൽ സമരം ആരംഭിച്ചത്. അമലയിലും ജൂബിലിയിലും ശമ്പള വർധനവ് നടപ്പാക്കുന്നില്ല, മറ്റെല്ലാ ആശുപത്രികളിലും ശമ്പള വർധനവ് നടപ്പിലാക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇവിടെ സമരം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ സമരം കൂടുതൽ ശക്തമാക്കുകയാണ് UNAയുടെ നേതൃത്വത്തിൽ. കാരണം ഈ നേഴ്സുമാരുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കുന്നില്ല എന്ന ഒരു നിലപാടാണ് അവർക്കുള്ളത്. കാരണം കൃത്യമായ ജോലിക്ക് കൃത്യമായ വേതനം വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉയർത്തുന്നത്. ഇപ്പോൾ വീണ്ടും രാപ്പകൽ സമരത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്താണ്? നമുക്ക് ചർച്ചകളൊന്നും വിജയിക്കുന്നില്ല. അപ്പോൾ മുരളീധരൻ സാറുമായിട്ട് ചർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിമം വേജസ് കൂട്ടാനായിട്ട് ഒരു 2 മാസത്തെ സമയം ആവശ്യമുണ്ട്, അതിൻ്റെ പ്രോസസ്സെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 4500 രൂപയെങ്കിലും അവർക്ക് കൂട്ടിക്കൊടുക്കുമെന്ന് മുരളീധരൻ സാറ് പറഞ്ഞിട്ട് പോലും അവർക്ക് പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. മിനിമം വേജസ് വന്നാലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇന്നലെ ഒരു പ്രതിഷേധ റാലി ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ മീറ്റിംഗ് ഒക്കെ കൂടിയവർ, അങ്ങനെ മീറ്റിംഗ് കൂടി പ്രസ് മീറ്റ് വെച്ചു. അപ്പോഴും അവർ പറയുന്നത് അവരെ കൊണ്ട് കൂട്ടിത്തരാൻ സാധിക്കില്ല. അവർ ഏപ്രിൽ തൊട്ടിട്ട് അവർ പൈസ കൂട്ടിക്കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയത് മാർച്ച് മുതലാണ്. ഞങ്ങളുടെ അടുത്ത് അങ്ങനെ നിങ്ങൾക്ക് ഏപ്രിൽ മുതൽ ഞങ്ങൾ പൈസ കൂട്ടിത്തരാമെന്നൊന്നും പറഞ്ഞില്ല. മിനിമം വേജസിന് വേണ്ടിയിട്ട് മാർച്ചിൽ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് മിനിമം വേജസ് ചോദിച്ചത് സർക്കാരിനോടായിരുന്നു. സർക്കാർ ഒരു കരട് വിജ്ഞാപനം ഇറക്കി, അതിന് 2 മാസം സമയം ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത് വരാൻ ടൈം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നേരെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഫെയർ വേജസ് ചോദിച്ചത്. ഇപ്പോഴത്തെ വിലക്കയറ്റ സാഹചര്യത്തിൽ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന സാലറി പോരാ, അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തി ഞങ്ങൾക്ക് കൂട്ടിത്തരണം എന്നാണ് ഞങ്ങൾ അന്ന് ചോദിച്ചത്. അപ്പോൾ ഇവർ ഏപ്രിലിൽ സാലറി കൂട്ടിത്തരും എന്ന് ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ നിമിഷം ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കും. ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല. ഇന്നലത്തെ പ്രസ് മീറ്റിലാണ് അവർ പറയുന്നത് ഏപ്രിൽ തൊട്ട് ഞങ്ങൾ സാലറി കൂട്ടിക്കൊടുത്തു. ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമേ അല്ലാതെ. ഇവിടെ മറ്റുള്ളവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് മാനേജ്മെന്റ് പറയുന്നത്. അതായത് സമരത്തിന് ഇറങ്ങാത്തവർക്ക് ശമ്പളം കൂട്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിക്ക് 4000 to 6000 ആണ് അവർക്കും കൂട്ടിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്കും കൂട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? നമ്മളത് ചോദിച്ചിരുന്നതാണ്. 4500 കൂട്ടിത്തരാൻ മുരളീധരൻ സാറും പറഞ്ഞിട്ട് ഇവർ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഒത്തുതീർപ്പ് പറ്റുമായിരുന്നെങ്കിൽ അന്നേ സാറിനോട് പറയാമായിരുന്നല്ലോ ഇവർക്ക് ഞങ്ങൾ ഓക്കെ ആണ് എന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് അവർ പറ്റില്ല, ഞങ്ങൾ കൂട്ടി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ പ്രസ് മീറ്റിൽ പച്ചക്കള്ളം പറയുകയാണ്. ഞങ്ങൾ ഏപ്രിൽ തൊട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെയുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ഉണ്ടാവാം. അപ്പോൾ അത് ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആ നിമിഷം സമരം അവസാനിപ്പിക്കും. ഇതുവരെ ഇതിലിപ്പോൾ ഒരു സമവായം എന്നുള്ള രീതിക്ക് എന്താണ് UNA ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചർച്ച ചെയ്തിട്ട് അവർക്കും ഞങ്ങൾക്കും കുഴപ്പമില്ലാത്ത രീതിക്ക് ഫെയർ വേജസ് ആയിട്ട് നമുക്ക് ഇത്തിരി പൈസ കൂട്ടിത്തരിക. ഇപ്പോൾ 2 മാസം കഴിയുമ്പോൾ മിനിമം വേജസ് കൊണ്ടുവരാമെന്ന് നമുക്ക് മന്ത്രിമാർ ഉറപ്പ് തന്നിട്ടുണ്ട്. തൊഴിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, മുരളീധരൻ സാറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 2 മാസക്കാലത്തേക്ക് നമുക്ക് ജീവിക്കാനായിട്ട് കിട്ടുന്ന സാലറിയുടെ കൂടെ കുറച്ച് പൈസ കൂട്ടിത്തരണമെന്നേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അമല ജൂബിലി മാനേജ്മെന്റുകൾ പറയുന്നത് മറ്റ് ഹോസ്പിറ്റലിൽ കൂട്ടിക്കഴിഞ്ഞിട്ടും ഞങ്ങൾ ഇപ്പോൾ നൽകുന്ന ശമ്പളം എത്തിയിട്ടില്ല എന്നാണ്. അതിലെന്താണ്? അത് വെറും നുണയാണ്. ഇപ്പോൾ മറ്റു ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ 50,000-ന് മുകളിലാണ് മേടിക്കുന്നത്. ഞങ്ങളുടെ സീനിയേഴ്സ്, അതായത് 19 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള സീനിയേഴ്സ് 47 തികച്ച് മേടിക്കുന്നില്ല. 46 ചില്ലറയാണ് അവർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. 47 തികച്ച് മേടിക്കുന്നില്ല. അപ്പോൾ അവർ ആ പറയുന്ന പ്രസ്തുത പ്രസ്താവന അവർക്ക് തെളിയിക്കാൻ പറ്റിയാൽ 47-ന് മുകളിൽ ഞങ്ങളുടെ ഈ സമരത്തിലിരിക്കുന്ന ഒരാൾ മേടിക്കുന്നുണ്ട് എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റിയ ആ നിമിഷം ഞങ്ങൾ ഇവിടുന്ന് സമരം അവസാനിപ്പിക്കും. അത് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ. ശക്തമായ നിലപാടുകളുമായി UNA മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഒരു സമരം അത് ഏത് ഘട്ടത്തിൽ അവസാനിക്കുമെന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് കാണേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, കൃത്യമായ ചർച്ചകൾ അത് ഇനിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ ശക്തമായി നടന്നാൽ മാത്രമേ സമരം അവസാനിക്കുകയുള്ളൂ. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. ശക്തമായ ഇടപെടൽ തന്നെ ഇവരുടെ സമരത്തിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ആവശ്യമുണ്ട് എന്നത് ശരിയാണ്, അല്ലേ?